ഒരു ഡൈനാസ്റ്റിക്കൽ ആയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി വെച്ചിട്ടൊരു രാഷ്ട്രീയക്കാരനാവുന്നതാണോ ഇക്കാലത്ത് നല്ലത്? നല്ലത് എപ്പോഴും വിദ്യാഭ്യാസമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോളിസി മേക്കറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ, ലോ മേക്കർ എന്ന രീതിയിലത്തേക്ക് പറയാൻ പറ്റുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കാർ സത്യത്തിൽ കുറവാണ്. തന്നെയുമല്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന സ്വീകാര്യതയും കുറവാണ്, അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. മാത്യു കുഴൽനാടൻ പലപ്പോഴും ആശയദൃഢതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിയമസഭയ്ക്കുള്ളിൽ നിന്ന്, പ്രതിപക്ഷ നേതാവ് ഓഫ് കോഴ്സ് അദ്ദേഹം ഫൈറ്റ് ചെയ്തേ പറ്റും, അതല്ലാതെ ഒരു സാമാജികൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്യു കുഴൽനാടനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എനിക്ക് തോന്നുന്നു 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ആദ്യത്തെ തവണ ജയിച്ചിട്ട് ഇത്തവണ 40,000 വോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷം എന്തോ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ആളിനെ ട്രൂലി റിവാർഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഒരു മന്ത്രിസ്ഥാനം വെച്ചിട്ടാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആണ്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ്, ഭയമില്ലാതെ പൊരുതുന്നയാളാണ്, പാർട്ടിക്കോ മുന്നണിക്കോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോലും പരസ്യ പ്രതികരണം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നതേയില്ല. വളരെ ജൂനിയറായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്തും സർപ്രൈസ് കാൻഡിഡേറ്റ്സ് ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ ഒരാളിനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ മുന്നണിയുടെ ഈ കെട്ടുറപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, സാമുദായിക പരിഗണന അനുസരിച്ച് ഓൾറെഡി ആൾക്കാരെ കണ്ടെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, ജില്ലാ പ്രാതിനിധ്യം ഓൾറെഡി കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, എനിക്കറിയില്ല. അപ്പം മെറിറ്റ് റിവാർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. അപ്പം നമ്മുടെ പാർട്ടി മതേതരമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ കാര്യത്തിൽ എനിക്ക് ലെഫ്റ്റ് പാർട്ടീസിനോട് ബഹുമാനമുണ്ട്. കാരണം അവിടെ ആൾക്കാർ തലയെണ്ണി ഇത്ര നായന്മാരുണ്ടോ, അല്ലെങ്കിൽ ഇത്ര ജില്ലയിൽ നിന്ന് ഇത്ര പേരുണ്ടോ, ഇതൊന്നും അവർ പരിഗണനയല്ല. അങ്ങനെ ആർക്കും കൊടുത്തില്ലെങ്കിൽ ആരും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് ലത്തീൻ കത്തോലിക്കൽ ഇത്ര വേണം, RC ഇത്ര വേണം, നായർ ഇത്ര വേണം, ഈഴവ ഇത്ര വേണം, മുസ്ലിം, ഇങ്ങനെയുള്ള കഥകളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ പലപ്പോഴും മെറിറ്റ് പിന്തള്ളപ്പെടുന്നുണ്ട്, എഡ്യൂക്കേഷൻ പിന്തള്ളപ്പെടുന്നതുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. ഡൈനസ്റ്റി ഓഫ് കോഴ്സ് ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിലും ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്.